ഒരാളെയും ഒരു തരത്തിലും ആക്രമിക്കാൻ പാടില്ല, ദുൽമ് ചെയ്യാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒന്നാണ് ദുൽമ്. അള്ളാഹു ആരെയും ദുൽമ് ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും ദുൽമ് ചെയ്യുകയില്ല. ആ സ്വഭാവം അള്ളാഹു തആല നമ്മിലും ആഗ്രഹിക്കുകയാണ്. ആ ഒരു വല്ലാത്ത സ്വഭാവമാണത്, വല്ലാത്ത ഗുണമാണത്, ദുൽമ് ചെയ്യാതിരിക്കുക എന്നത്. അത് അള്ളാഹു നമ്മിലും ആഗ്രഹിക്കുകയാണ്. അയൽവാസികളോട്, കൂടെ ജോലി ചെയ്യുന്നവരോട്, വീട്ടിലേക്ക് വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെൺകുട്ടികളോട്, മരുമക്കളോട്, അമ്മായിമ്മമാരോട്, മക്കളോട്, മാതാപിതാക്കളോട്, അന്യമതസ്ഥരോട്, നാട്ടുകാരോട് ഒന്നും ദുൽമ് പാടില്ല, അക്രമം പാടില്ല. പരിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും നിരവധി തവണ വാണിംഗ് നൽകിയ കുറ്റമാണ് അക്രമവും അനീതിയും. അത്തരം ദുൽമുകളോ അനീതികളോ നമ്മിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ റമദാനിൽ നാം അവരോട് പൊരുത്തപ്പെടിക്കുക. രണ്ടാമത്തത് എന്താ? ഖതീഅത്തുർ റഹിം. ഖതീഅത്തുർ റഹിം അഥവാ കുടുംബ ബന്ധങ്ങൾ മുറിക്കുക, അത് തകർക്കുക എന്നത്. ജ്യേഷ്ഠാനുജന്മാരോട് പിണങ്ങുക, സഹോദര സഹോദരിമാര് പിണങ്ങുക, നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി വാശിയും വീറും കാണിച്ച് പിണങ്ങിയും മിണ്ടാതെയും സഹായങ്ങൾ നിഷേധിച്ചും പാരവച്ചും കഴിയുക. വിവാഹ ബന്ധങ്ങൾ പോലും തകർക്കുക. വിവാഹാലോചനയുമായി വരുന്നവരോട് ഇല്ലാത്ത കളവുകൾ പറഞ്ഞു പാരവെക്കുക. ഇതൊക്കെ കുടുംബബന്ധം പൊളിക്കലാണ്, ഇല്ലായ്മ ചെയ്യലാണ്. ഇവയിലൊക്കെ വലിയ പങ്ക് നമ്മുടെ സഹോദരിമാർ, സ്ത്രീകൾ വഹിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരോട് കുസുകുസ് പറഞ്ഞ് ഭർത്താവിൻ്റെ മാതാവിനെയും സഹോദരിമാരെയും പിണക്കുക. ചില പെങ്ങന്മാരുണ്ട്, ആങ്ങളമാരെ സ്വാധീനിച്ച് അവരുടെ ഭാര്യമാരുമായി ഭർത്താക്കന്മാരെ പിണക്കുന്നവർ, അല്ലെങ്കിൽ സഹോദരന്മാരെ പിണക്കുന്നവർ. ഇതൊക്കെ കുടുംബബന്ധം തകർക്കലും അതോടൊപ്പം ദുൽമുമാണ്. സ്വന്തം മാതാപിതാക്കളുമായും ഭർത്താവിൻ്റെയോ ഭാര്യമാരുടെയോ മാതാപിതാക്കളുമായും പിണങ്ങി നിൽക്കുന്നവരുണ്ട്. ഇങ്ങനെ കുടുംബബന്ധങ്ങൾ പാലിക്കാത്തവർക്കും അക്രമവും അനീതിയും ചെയ്യുന്നവർക്കും ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകുമെന്നാണ് പരിശുദ്ധമായ ഈ ഹദീസിലുള്ളത്. അല്ലാഹു നമ്മെ കാക്കട്ടെ. പലരുടെയും ജീവിതത്തിന് രസവും സുഖവും സന്തോഷവും ഇല്ലാത്തതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ അവസാനം ചെന്നെത്തുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉള്ളവരായിട്ടാണ്.